ഹലോ, ഗുഡ് ഈവനിങ്. നിങ്ങളുടെ ഡീപ്രി ലൈഫ് കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തനിക്കുട്ടി ഇപ്പം പിടിച്ച് നിൽക്കാറായി. ഇതാ ഇവിടെ കസേര പിടിച്ച് നിൽക്കുന്നു. ഒട്ടും അറിയുമോ എന്നറിയില്ല, ജസ്റ്റ് ഇരിക്കുകയോ ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ഫുട്ബോൾ നാഷണൽ പ്ലെയേഴ്സിനെ കാണുന്നത് എൻ്റെ 2 മക്കളാണ് ഫുട്ബോൾ കളിക്കാർ. പരീക്ഷ തീർന്നതിൻ്റെ സന്തോഷമാണ്. ഷൂവും സോക്സും ഒക്കെ ഇട്ട് ഭയങ്കര കളിക്കാരാണ്. ഞാൻ വേറെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു മരുവിയുണ്ട്. ദേവൻകുട്ടൻ്റെ പേര് പറഞ്ഞ നാഷണൽ പോണ്ട് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. നേഷൻ പോണ്ട്. അതിൻ്റെ അകത്ത് കുറേ പലതരത്തിലുള്ള ഗപ്പീസുകളുണ്ട്. അപ്പം അതിനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടെ വെച്ചത്. ഇതിൻ്റെ അകത്ത് കുറെ ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. പിന്നെ താമരയുണ്ട്. ആദ്യം ഒരു താമര ഉണ്ടായി. പായലിന്റെ പേരെന്നായിരുന്നടാ? ഒരു കുഞ്ഞു കുഞ്ഞു പായലാണത്, പേരറിയത്തില്ല. എന്തോ പേരായിരുന്നു, ഓർക്കുന്നില്ല. ഇത് കണ്ടോ, അത് നല്ല രസമാണ്. നല്ല നിറച്ചും അതിനകത്ത് ഗപ്പീസുകളാണ്, പലതരത്തിലുള്ള വെറൈറ്റി ഗപ്പിന്. അതിന് തൊട്ടടുത്തൊരു യെല്ലോ കളറിലുള്ള. പിന്നെ ഈ ചെടി കണ്ടോ, നല്ല ഭംഗിയില്ല. നമ്മൾ വാഗമണ്ണിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവരിവിടെ എല്ലാം ക്ലീൻ ചെയ്തിരുന്നത്. അപ്പം നമുക്ക് കുറച്ച് പുല്ലൊക്കെ ഇവിടെ പാകി നട്ടിരുന്നു. ഇത് കണ്ടോ, പണ്ട് കാലത്ത് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് പാത്രമാണ്. അതൊരു വെള്ളം. ഇപ്പം നമുക്കതിന് ഉപയോഗമൊന്നുമില്ല. കല്ലൊക്കെ ഉണ്ടാക്കി വയ്ക്കാനും ഒരു പ്രകൃതി രമണീയമായ രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പായലുകളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കളർ കല്ലുകളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ കരിക്കുട്ടി ഇതാ ഇലക്കറി വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ടയർ കുത്തി ഒരു ലോട്ടസിൻ്റെ ആകൃതിയിലെടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒരു ചെടി വാടി കിടക്കുന്നു. നമ്മുടെ ബട്ടർഫ്ലൈ ചെടിയായിരുന്നു. പക്ഷെ ഇത് പോയി, ഒത്തിരി മഴ അതിന് പറ്റത്തില്ല, അതിങ്ങനെ വാടിപ്പോയി. ഇത് നമ്മുടെ ഈ പണ്ടത്തെയൊക്കെ മാട്ടയിലും മതിലയിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടല്ലേ. ഇതിൻ്റെ അറ്റത്തിങ്ങനെ ഒരു ഇതുപോലെ വരും, തത്തമ്മയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുള്ളവർക്കറിയാം. പക്ഷെ ഇത് വന്നു കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് പനിക്കൂർക്ക, ഇത് നമ്മുടെ തുളസി. ഇത് മാതളത്തിൻ്റെ ഒരു ഇതാണ്. ഇതെന്തോ ഇതിനകത്ത് കിളുത്ത് വന്നാണ്, ചൂടുള്ളത് മാറ്റിയാണ്. നമ്മുടെ കറ്റാറവാഴ, അലോവേര, അതിൻ്റെ കുഞ്ഞു കുഞ്ഞ്. പിന്നെ ഇതൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് വയ്ക്കുന്ന ചെടികളാണ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നിങ്ങളുടെ അമ്പും കാര്യങ്ങളും. ഇത് അനിയൻ്റെ ഒരു പാത്രമുണ്ട്, വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ട്. ഇത് ഒരു മണ്ണ് ഊർന്ന് നടക്കുന്നുണ്ട്. അവിടേക്ക് ഈ പിള്ളേർ കയറി ഊർന്നൊക്കെ ശനിയാറ് ദിവസങ്ങളിലൊക്കെ. ഇത് നമ്മുടെ സ്റ്റെയറാണ്, വഴിയിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെയറാണ് താഴേക്ക്. ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇത് റോഡിനോട് ചേർന്ന് തന്നെ ഒരു നിലയാണിത്. പിന്നെ ഇത് കണ്ടോ, താഴെ ഞാൻ തുണികളൊക്കെ മിറ്റില്ലാതെ നല്ല ചൂടുള്ളതുകൊണ്ട് അവിടെയാണ് ഈ കുട്ടിയുടെയൊക്കെ ഡ്രസ്സ് ഉണങ്ങാനിടുന്നത്. അവിടെ തെങ്ങയിൽ കയറിയിരിക്കുന്ന ചെടിയുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കര തണൽ കിട്ടുമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു, ആ ചെടിയാണ്. പിന്നെ ഇത് നമ്മുടെ ജാക്കി ഉണ്ട്, അതാണ് നമ്മുടെ ജാക്കി. ആ നെറ്റ് കാണുന്നതാണ് നമ്മുടെ ദിവസം കാണിച്ച കോഴിക്കോട്. പിന്നെ ഇത് കണ്ടോ, ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ്. താഴെ വീടുകളൊക്കെ ഉണ്ട്. അപ്പം വൈകിട്ടൊക്കെ ആയിരിക്കും ഈ ന്യൂ ഇയർ ക്രിസ്മസ് സമയത്തൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല രസമാണ്. താഴേക്ക് വീട്ടിലിങ്ങനെ എല്ലാം ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം കുറച്ച് വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് ഇവരപ്പോൾ ഇവിടെ ഫുട്ബോൾ കളിക്കുകയാണ്. തനിക്കുട്ടി ഞാനും താഴേക്ക് പോകണം. എനിക്ക് പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ തനിക്കുട്ടി എത്തിയിട്ട് വേണം പറയാൻ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം, ഷോർട്സൊക്കെ ഇടും, അതെല്ലാം കണ്ട്
അതിനൊക്കെ കമൻസ് ഒക്കെ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.